ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മളുടെ CA ഫൈനൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പറിൻ്റെ ഓൾമോസ്റ്റ് എൻറ്റയർ കണ്ടൻറ്റും ഇൻഡേഴ്സ് ആണെങ്കിലും നോൺ ഇൻഡേഴ്സ് ആയിട്ട് രണ്ട് ചാപ്റ്ററാണുള്ളത്. ഒന്ന് അക്കൗണ്ടിങ് ആൻഡ് ടെക്നോളജി, രണ്ട് പ്രൊഫഷണൽ ആൻഡ് എത്തിക്കൽ ഡ്യൂട്ടി ഓഫ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ദറ്റ് ഇസ് പ്യുവർലി എത്തിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റർ. അപ്പോൾ ഇതിൽ എത്തിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മളുടെ സ്റ്റഡി എക്സാമിനേഷനിലൊക്കെ കാണാറുണ്ട്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും വരാവുന്ന ഒരു വെറൈറ്റിയാണ് എത്തിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ നിങ്ങളുടെ ഓഡിറ്റിംഗ് പേപ്പറിൻ്റെ പാർട്ടായിട്ട് പഠിക്കുന്ന എത്തിക്സ്, അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആൻഡ് വി ആർ ഹാവിങ് ദറ്റ് കോഡ് ഓഫ് എത്തിക്സ് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് കോഡ് ഓഫ് എത്തിക്സിൻ്റെ കാര്യങ്ങൾ ഒരു മെമ്പേഴ്സിന് ഇൻഡസ്ട്രിയുടെ പേഴ്സ്പെക്റ്റീവിലൂടെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ വേണം ആൻസർ ചെയ്യാനായിട്ട്, ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ സ്റ്റഡി മെറ്റീരിയലിൽ തന്നെയുള്ള ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ഓക്കെ, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, എത്തിക്കൽ ഇംപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ വളരെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഞാൻ ഇപ്പോൾ ഇൻഡേഴ്സ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇൻഡേഴ്സിൻ്റെ അഡ്വൈസ് വരുന്ന സിറ്റുവേഷൻസിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഹിറ്റ് വരുന്ന ഒരു ഹെഡ് തന്നെയാണിത്. അവർ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കേസാണ് ഇവിടെ ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ അവർ പറയുന്നു, സൺഷൈൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റഡ് കമ്പനിയാണ് കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രിയിലുള്ളത്. ആൻഡ് the debt covenants attached to some of its borrowings includes financial liabilities in balance sheet. ഓക്കെ, അപ്പം ചില ബോറോവിങ്സിനകത്ത് ഡെറ്റ് കവണൻസ് ഉണ്ട്, ചില കണ്ടീഷൻസ് ലോൺ എഗ്രിമെൻറ്റ് പറയുന്നുണ്ട്. ദീസ് കവണൻസ് മാൻഡേറ്റ് ദി കമ്പനി ടു റീപേ ദി ഡെറ്റ് ഇൻ ഫുൾ ഇഫ് ദി സൺഷൈൻ ഫെയിൽസ് ടു മെയിൻറ്റെയിൻ എ ലിക്വിഡിറ്റി റേഷ്യോ ആൻഡ് ഓപ്പറേറ്റിംഗ് മാർജിൻ എബവ് സ്പെസിഫൈഡ് ലിമിറ്റ്. ഓക്കെ, ഒരു ലിക്വിഡിറ്റി റേഷ്യോസ്, നമ്മളുടെ കറണ്ട് റേഷ്യോ അല്ലെങ്കിൽ ക്യൂക്ക് റേഷ്യോ, അങ്ങനെയുള്ള ലിക്വിഡിറ്റി റേഷ്യോസ് അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോസ്, ഇങ്ങനെയുള്ള പല റേഷ്യോസും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും, ഓക്കെ, നമ്മളുടെ പ്രോഫിറ്റ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, അതുപോലെ തന്നെ ലിക്വിഡിറ്റി റേഷ്യോസ് ആയിട്ട് നമ്മളുടെ കവറേജ് റേഷ്യോസ് ഉണ്ടാവും, അങ്ങനത്തെ റേഷ്യോസ്. അപ്പം ഈ റേഷ്യോസൊക്കെ ഒരു സ്പെസിഫൈഡ് ലിമിറ്റിലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ they need to pay off the entire loan. Ini, the directors along with CFO of the company, who is a chartered accountant, are considering entering into a fresh 5-year lease agreement, but are concerned about the negative impact any potential lease obligation may have on the above mentioned covenants. അപ്പോൾ ഇവരെന്താണ്, ഒരു ലീസ് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളുടെ ഇവാലുവേഷൻ നോക്കുമ്പോൾ എന്താണ്, കമ്പനിക്ക് അവരുടെ റേഷ്യോസ് മെയിൻറ്റെയിൻ ചെയ്യണം ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ലീസ് അക്കൗണ്ടിങ് ചെയ്യുന്നത് ദർ വിൽ ബി സം ഇമ്പാക്റ്റ്. സോ വാട്ട് ഈസ് ദി ഇമ്പാക്റ്റ് ഓഫ് ലീസ് അക്കൗണ്ടിങ് വി നീഡ് ടു ഇവാലുവേറ്റ്. നമ്മൾ സാധാരണ രീതിയിൽ ഒരു റെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നൊരു ഐറ്റം ലീസ് അക്കൗണ്ടിങ് മോഡലിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിനെ ഇനീഷ്യലി റൈറ്റ് ഓഫ് യൂസ് അസറ്റും റെക്കോർഡ് ചെയ്യും, ആസ് വെൽ ആസ് ലീസ് ലയബിലിറ്റി റെക്കോർഡ് ചെയ്യും. അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഈ റൈറ്റ് ഓഫ് യൂസ് അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീഷിയേറ്റ് ചെയ്യും. ലീസ് ലയബിലിറ്റിയിൽ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിന് ഇനീഷ്യലി തൊട്ടേ നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ അപ്രോച്ചിൽ പോകുമ്പോൾ ഇനീഷ്യൽ ഇയേഴ്സിൽ റെൻ്റ് എമൗണ്ടിനേക്കാൾ കൂടുതലായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഹിറ്റ്. അതുപോലെ തന്നെ അവിടെ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് കോസ്റ്റ് കൂടുതലാകുമ്പോൾ ഇൻട്രസ്റ്റ് കോസ്റ്റ് കൂടുന്നത് നമ്മളുടെ ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ, ഇൻട്രസ്റ്റ് സർവീസ് കവറേജ് റേഷ്യോ പോലുള്ള റേഷ്യോയിനെ അഫക്റ്റ് ചെയ്യും. ഇനി ഈ പറയുന്ന സംഭവത്തിൻ്റെ വേറൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലീസിൻ്റെ നോർമൽ രീതിയിൽ ഒരു റെൻ്റായിട്ട് അക്കൗണ്ട് ചെയ്യാതെ നമ്മളുടെ ഇൻഡേഴ്സ് 116 മോഡൽ അപ്ലൈ ചെയ്യുമ്പോൾ റെൻ്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് മാറി ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് അത് പോവുക. അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരുമ്പം ഇൻട്രസ്റ്റിന് മുമ്പുള്ള പ്രോഫിറ്റ് വരുമ്പോൾ പലപ്പോഴും പല കമ്പനിയിലും അത് ഫേവറബിൾ പൊസിഷനും കാണിക്കും. അതായത് എസ്പെഷ്യലി എബിഡ ഇസ് എ സിറ്റുവേഷൻ, ഇറ്റ്സ് എ ബെഞ്ച് മാർക്ക്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ് ആൻഡ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, അതാണൊരു ബെഞ്ച് മാർക്ക് എങ്കിൽ it will have a huge benefit if you are following Ind-AS 116 model as well. അപ്പോൾ ഇതാണ് ആ മോഡലിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരാവുന്ന ഇംപ്ലിക്കേഷൻ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ പക്ഷേ ഏതാണ്, ഓവറോൾ പ്രോഫിറ്റബിലിറ്റിയിൽ ദർ വിൽ ബി ഇഷ്യൂ ആൻഡ് ദി റേഷ്യോസ് മേ ഗെറ്റ് അഫക്റ്റഡ്. ഈ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട്
the directors and CFO chartered accountant ആണ്, directors and CFO propose that lease agreement to be drafted in such a way that it is a series of 6-10 month leases. ഓക്കെ, 10 മാസത്തിൻ്റെ വെച്ചിട്ടുള്ള 6 ലീസായിട്ട് ഓരോന്നും തീർന്നു കഴിയുമ്പോൾ അടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ അവർ കൊണ്ടുപോവുക, റാദർ ദാൻ എ സിംഗിൾ 5-year ലീസ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 6-10 year ലീസായിട്ട് ഒന്ന് തീർന്നിട്ട് അടുത്തത് എന്നുള്ള രീതിയിൽ റിന്യൂവൽ ഓപ്ഷൻ ഒന്നും ഇടാതെ അവരത് എക്സിക്യൂട്ട് ചെയ്താൽ അവിടെ അവർക്ക് ഷോർട്ട് ടൈം ലീസിൻ്റെ എക്സംഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ നോർമൽ റെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് അക്കൗണ്ട് ചെയ്ത് പോയാൽ മതി. സോ ദാറ്റ് വിൽ എനേബിൾ ദം ടു മെയിൻറ്റെയിൻ ദി റേഷ്യൂസ്. അപ്പോൾ ഇതാണ് അവരുടെ സിറ്റുവേഷൻ ഉള്ളത്. ഡിസ്കസ് ദി എത്തിക്കൽ ആൻഡ് അക്കൗണ്ടിങ് ഇംപ്ലിക്കേഷൻ ഓഫ് എബവ് ഇഷ്യൂ ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് CFO. അപ്പോൾ നമ്മളോട് 2 കാര്യങ്ങളാണ് പറയുക. ഒന്ന്, എത്തിക്കൽ ഇഷ്യൂസ് പറയണം. 2, അക്കൗണ്ടിങ് ഇംപ്ലിക്കേഷനും പറയണം ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് CFO. CFO ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്, പുള്ളിയുടെ പെർസ്പെക്റ്റീവ് എന്നിട്ട് പറയണം. അപ്പോൾ ബേസിക്കലി നമുക്ക് ആദ്യം അക്കൗണ്ടിങ് ഇംപ്ലിക്കേഷൻ നോക്കാം. ഇവിടെ 5 വർഷത്തെ ഒരു ലീസാണെങ്കിൽ റൈറ്റ് ഓഫ് യൂസ് അസറ്റും ലീസ് ലയബിലിറ്റിയും റെക്കോർഡ് ചെയ്ത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യേണ്ട ലീസ് അക്കൗണ്ടിങ് മോഡൽ ഫോളോ ചെയ്യേണ്ട ഒരു ലീസാണ് ഇവിടെ വരിക. ഓക്കെ, അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് വരുമ്പോൾ നമ്മളുടെ അസറ്റും റൈറ്റ് ഓഫ് യൂസ് അസറ്റും ബുക്സിൽ വരണം, ലീസ് ലയബിലിറ്റിയും ബുക്സിൽ വരണം. ഒരു ഫിനാൻസിങ് അറേഞ്ച്മെൻറ്റ് പോലെ ആ ഒരു ലീസ് ലയബിലിറ്റിയുടെ എമൗണ്ട് വിൽ റിഫ്ലക്റ്റ് ഇൻ ബാലൻസ് ഷീറ്റ്. അതൊരു ഓൺ ബാലൻസ് ഷീറ്റ് ഐറ്റമായിട്ട് വരണം. ഇനി റൈറ്റ് ഓഫ് യൂസ് അസറ്റിനെയും അതിൽ നിന്ന് ബെനഫിറ്റ് കിട്ടുന്ന പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേ ആ ട്രാൻസാക്ഷൻ്റെ സബ്സ്റ്റൻസ് അനുസരിച്ച് റെലവൻറ്റ് റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ കൺട്രോൾ ചെയ്യുന്ന എല്ലാ റിസോഴ്സസും നമ്മളുടെ ബുക്സിൽ റെക്കോർഡഡ് ആകുള്ളൂ. നമ്മളുടെ ഒബ്ലിഗേഷൻസ് പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റിഫ്ലക്റ്റഡ് ആകുള്ളൂ. ദെർഫോർ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ എഗ്രിമെൻറ്റിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ലീസ് അക്കൗണ്ടിങ് ഒഴിവാക്കുമ്പോൾ യൂസേഴ്സിന് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സിവിയർലി മാനിപ്പുലേറ്റഡ് ആവുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് എ ഗ്രേവ് ഇഷ്യൂ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ യൂസർ. ദിസ് ഇസ് ദി അക്കൗണ്ടിങ് ഇംപ്ലിക്കേഷൻ വി ആർ ഹാവിങ്. അവിടെ ദി പ്രോഫിറ്റബിലിറ്റി റെക്കോർഡ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഹാവിങ് ഇമ്പാക്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ബോറോവിങ്സ് അല്ലെങ്കിൽ ഫിനാൻസിങ് അറേഞ്ച്മെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇസ് റോങ്, കമ്പനിയുടെ റിസോഴ്സസ് അസറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇസ് റോങ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഈ ഇംപ്ലിക്കേഷനൊക്കെ ഉള്ളത് യൂസേഴ്സിന് അത്ര നല്ല പൊസിഷൻ അല്ല. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി എത്തിക്കൽ ഇഷ്യൂസ് എന്നുള്ളതിലേക്ക് നമ്മൾ പോകുമ്പോൾ, എപ്പോഴും എത്തിക്കൽ ഇഷ്യൂസിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഫസ്റ്റ് 5 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുക. ഓക്കെ, ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, പ്രൊഫഷണൽ ബിഹേവിയർ. ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പിക്ക് ചെയ്തെഴുതുക. ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ഫാക്റ്റായിട്ട് വരേണ്ട രീതിയിൽ ഒരു കാര്യം അക്കൗണ്ട് ചെയ്യാത്തതുകൊണ്ട് ദർ ഈസ് ആൻ ഇൻറ്റഗ്രിറ്റി ഇഷ്യൂ. അതുപോലെ തന്നെ ഒബ്ജക്റ്റിവിറ്റി, ഇൻറ്റഗ്രിറ്റി, ഈ 2 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് കോംപ്രമൈസ്ഡ് ആകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ മേജർ കൺസേൺ. അതുപോലെ തന്നെ സെക്കൻഡ്ലി, ഒരു മെമ്പർ ഇൻ ഇൻഡസ്ട്രി ആണെങ്കിൽ അവർ എന്ത് ചെയ്യണം? അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അവർ ആ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൗൺസിൽ ഗൈഡൻസും അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് അതിലുള്ള പ്രൊവിഷൻസൊക്കെ കംപ്ലൈ ചെയ്യാൻ അവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സൊക്കെ പ്രോപ്പറായിട്ട് കംപ്ലൈ ചെയ്യുക എന്നുള്ളത് ദാറ്റ് ഈസ് എ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ CFO ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് പുള്ളിയുള്ള കമ്പനിയിൽ പുള്ളി പ്രിപ്പയർ ചെയ്യുന്ന, പുള്ളി കൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ കംപ്ലയൻസ് പുള്ളി ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അത് പുള്ളി എൻഷുർ ചെയ്യാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ പ്രൊഫഷണൽ കോമ്പിറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ അതിനകത്ത് പ്രശ്നമുണ്ട്. ആൻഡ് ഹീ ഈസ് നോട്ട് ബിഹേവിങ് ഇൻ എ പ്രൊഫഷണൽ വേ. ഓക്കെ, ഇതാണ് അവിടെയുള്ള സിറ്റുവേഷൻ. അപ്പം ഇവിടെ പുള്ളി പർപ്പസ്ഫുള്ളി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മിസ്റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പുള്ളിയുടെ കൂടെ അറിവോടെ ചെയ്യുന്നൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് കൗൺസിൽ ഗൈഡൻസിൻ്റെ ഒരു ഗ്രേവ് ആയിട്ടുള്ള മിസ്കണ്ടക്ട് അവിടെ ഉള്ളതുകൊണ്ട്
സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് പ്രകാരം ഹി വിൽ ബി ഫൗണ്ട് ഗിൽറ്റി ഓഫ് അതാണ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ആൻസർ എത്തിക്കൽ ഇംപ്ലിക്കേഷൻ ചോദിച്ചാൽ ചെയ്യേണ്ടത്. വാട്ട് ഈസ് ദി അക്കൗണ്ടിങ് ഇഷ്യൂ വി നീഡ് ടു പുൾ ഇറ്റ് ഔട്ട്. Secondly, which all fundamental principles or which all issues we can see there, what is its implication. ഇനി ചില സിറ്റുവേഷൻസിൽ ഇത് അവോയ്ഡ് ചെയ്യാൻ എന്ത് സേഫ് ഗാർഡ് എടുക്കാൻ പറ്റും അങ്ങനെയും ചോദിക്കാം. അങ്ങനെയെങ്കിൽ ആ സേഫ് ഗാർഡിൻ്റെ പേഴ്സ്പെക്റ്റീവിലും കൂടി നമ്മൾ ആൻസർ ചെയ്യണം. സോ ഇതാണ് നിങ്ങൾ ഒരു എത്തിക്കൽ ഇഷ്യൂവിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ മേജറായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടർ ഉള്ളത്. ഇതിൻ്റെ ബേസിസിലായിരിക്കണം നിങ്ങളുടെ പ്രസൻറ്റേഷൻ വരേണ്ടത്.